വണ്ടിപ്പെരിയാർ കേസ് CPM നേതാക്കൾ ഇടപെട്ട് അട്ടിമറിച്ചു എന്നും അന്വേഷണ സംഘം പരാജയപ്പെട്ടതിന്റെ കാര്യം അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകണോ പുനരന്വേഷണം നടത്തണോ എന്ന മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ ഇരയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷമാണ് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. വായിച്ചപ്പോൾ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഗുരുതരമായ തെറ്റുപറ്റി എന്നുള്ളതാണ്. കാരണം ഇത് ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ദൃക്സാക്ഷികളില്ലാത്ത കേസുകളിൽ സാധാരണ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് ശേഖരിക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു. അപ്പോൾ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ചിട്ട് തീരുമാനം. രണ്ട് വഴിയാണുള്ളത്. ഒന്ന് നേരെ അപ്പീൽ പോവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളുമായി അപ്പീൽ പോയാൽ ഇപ്പോഴുള്ള വിധി റിവേഴ്സ് ചെയ്യാൻ മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ, ഇപ്പോഴുള്ള തെളിവുകൾ മതിയോ, ജഡ്ജ്മെൻറ്റിലെ കുഴപ്പമാണോ നോക്കണം, പരിശോധിക്കണം. അതല്ലെങ്കിൽ ഒരു പുനരന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് പോകാൻ കഴിയുമോ? ഈ രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത്. അപ്പോൾ കുടുംബമാണത് തീരുമാനിക്കേണ്ടത്. അത് മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ഏതാണെന്ന് സ്വീകരിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കൊലപാതകങ്ങളിലെയും പ്രതികളായിട്ടുള്ള ആളുകൾ CPMുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും എല്ലാവരും ചേർന്ന് നാടകം കളിച്ചതെന്ന് മറ്റ് 2 കേസുകളിൽ വളരെ വ്യക്തമാണ്. അത് തന്നെയാണ് ഇതിനകത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്ര ലാഘവത്തോടു കൂടിയാണോ, ഒരു ഗൗരവമില്ലാതെയാണോ പ്രോസിക്യൂഷൻ കേസ് കൈകാര്യം ചെയ്തതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഈ കേസിൽ ഗൗരവതരമായ ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു. SC/ST ആക്ടിൻ്റെ പ്രൊവിഷൻ വെച്ചുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് ചെയ്തിരുന്നെങ്കിൽ കുടുംബത്തിന് ധനസഹായങ്ങളും കിട്ടും.